Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. ദീർഘകാലം മുടങ്ങിക്കിടന്ന പയ്യന്നൂരിലെ സ്റ്റേഡിയം നിർമ്മാണം പുനരാരംഭിക്കുന്നു. പ്രാരംഭ നടപടിയുമായി സ്ഥലത്തിന്റെ ദൃഢത ഉറപ്പാക്കാനുള്ള പരിശോധനകൾ ആരംഭിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പുതിയ നിർവഹണ ഏജൻസി. ചെങ്കല്ലുമായി പോയ മിനി ലോറി കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടം നടന്നത് പാണപ്പുഴ മാത്തുവയൽ പാലത്തിന് സമീപം ബുധനാഴ്ച ഉച്ചയോടെ. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്ക്. നാട്ടുവെളിച്ചം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയങ്ങാടി വെങ്ങര ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് നോക്കുകുത്തിയായി. വെളിച്ചമില്ലാത്തതിനാൽ ഇരുട്ടിൽ തപ്പി പ്രദേശവാസികൾ. പ്രശ്നം പരിഹരിക്കാത്തതിനാൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ കുണിയനിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കുന്നതിന് പരിഹാരമായി തടയണ നിർമ്മിക്കും. 75 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചതായി ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും എം.എൽ.എ. വാർത്തകൾ വിശദമായി. ദീർഘകാലം മുടങ്ങിക്കിടന്ന പയ്യന്നൂരിലെ സ്റ്റേഡിയം നിർമ്മാണം പുനരാരംഭിക്കുന്നു. പ്രാരംഭ നടപടിയായി സ്ഥലത്തിന്റെ ദൃഢത ഉറപ്പാക്കാനുള്ള പരിശോധനകൾ ആരംഭിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പുതിയ നിർവഹണ ഏജൻസി. 2021 പയ്യന്നൂരിലെ നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. കിറ്റ്കോയായിരുന്നു നിർവഹണ ഏജൻസി. പൈലിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് കോട്ടയം ഐമനത്ത് പയ്യന്നൂരിന് സമാനമായ ചതുപ്പുനിലത്തൊരുങ്ങിയ സ്റ്റേഡിയത്തിന്റെ ഗാലറി ഇടിഞ്ഞു താണത്. തുടർന്ന് സംസ്ഥാനത്തെ ചതുപ്പായിരുന്ന ഇടങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുഴുവൻ സ്റ്റേഡിയങ്ങളുടെയും പണി സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മതിയെന്ന് കിഫ്ബി തീരുമാനിച്ചു. ഇതുമൂലം പണികൾ നീണ്ടുപോയി. ആദ്യത്തെ കരാറുകാരൻ പിന്മാറി. ഇപ്പോൾ നിർവഹണ ഏജൻസി സ്ഥാനത്തു നിന്നും കിറ്റ്കോയെയും നീക്കിയിട്ടുണ്ട്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയാണ് പുതിയതായി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്ഥലത്ത് ദൃഢതാ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. 26 മീറ്റർ ആഴത്തിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് സ്റ്റേഡിയം നിർമ്മാണത്തിന് ഗ്രീൻ സിഗ്നലായി. അത് നേരത്തെ ഉണ്ടായിരുന്ന ഏജൻസിയെ അവർ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഗവൺമെൻറ്റിൽ സമർപ്പിക്കുകയും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഇതിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത് അത് ഈ സ്റ്റേഡിയം പ്രവർത്തന പദത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അത് ചെയ്യേണ്ട സ്ഥലങ്ങളിലെ മണ്ണിൻ്റെ ഘടന പരിശോധിച്ച് ഉറപ്പുവരുത്തി അതിവേഗത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഈ എത്രയോ കാലമായിട്ട് ഇതിൻ്റെ പിന്നിലാണ് ഞങ്ങളെല്ലാവരും, മുനിസിപ്പാലിറ്റിയുടെ അധികൃതരുണ്ട്, ഞങ്ങളെല്ലാവരും. അത് ഏറെക്കുറെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ വരികയാണ്. പയ്യന്നൂരുകാരുടെ ചിരകാല സ്വപ്നം തന്നെയായിരുന്നു പയ്യന്നൂരിന് സ്വന്തമായ ഒരു സ്റ്റേഡിയം എന്നത്. 2021 ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. സോയിൽ ടെസ്റ്റിംഗ് ചെയ്യണമെന്നതായിരുന്നു കിഫ്ബി മുന്നോട്ട് വച്ചിരുന്ന ഒരു നിർദ്ദേശം. കാരണം ചതുപ്പ് നിലങ്ങളിൽ സ്റ്റേഡിയം പണിതാൽ അത് എത്രത്തോളം സുരക്ഷ ഉറപ്പാക്കുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 24 മീറ്റർ അടിയിലേക്ക് ഇപ്പോൾ സോയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ
ഉറപ്പുള്ള പാറ കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്റ്റേഡിയത്തിൻ്റെ പല ഭാഗത്തായി പല ഇടങ്ങളിൽ സ്വിമ്മിംഗ് പൂൾ വരുന്ന സ്ഥലമുണ്ട്, സ്റ്റേഡിയത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഇടമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ സോയിൽ ടെസ്റ്റ് ചെയ്യുകയും ഉറപ്പുള്ള പാറ കാണാനുണ്ടോ എന്ന് മനസ്സിലാക്കുകയും ഈ ഒരു സ്ഥലത്തിൻ്റെ ദൃഢത മനസ്സിലാക്കിയതിനു ശേഷം സ്റ്റേഡിയം എന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് പൂവണിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. ചെങ്കല്ലുകളുമായി പോകുന്ന മിനി ലോറി കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം വിട്ട് പിറകിലോട്ട് വന്ന് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. പാണപ്പുഴ മാത്തുവയൽ പാലത്തിന് സമീപം ബുധനാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ചെങ്കല്ലുകളുമായി പോകുന്ന മിനി ലോറി കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം വിട്ട് പിറകിലോട്ട് വന്ന് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. പാണപ്പുഴ മാത്തുവയൽ പാലത്തിന് സമീപം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ ലോറി ഡ്രൈവർ കോഴിക്കോട് ഫാറൂഖ് സ്വദേശി ജയ്സലിന് പരിക്കുപറ്റി. ഇയാളെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഈ ഭാഗത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. സമീപത്തെ പുഴയിലേക്ക് വീഴാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ ഭാഗത്ത് ക്രാഷ് ബാരിയർ നിർമ്മിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നാട്ടുവെളിച്ചം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയങ്ങാടി വെങ്ങര ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് നോക്കുകുത്തിയായി. വെളിച്ചമില്ലാത്തതിനാൽ ഇരുട്ടിൽ തപ്പി പ്രദേശവാസികൾ. പ്രശ്നം പരിഹരിക്കാത്തതിനാൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. പഴയങ്ങാടി വെങ്ങര ജംഗ്ഷനിൽ നാട്ടുവെളിച്ചം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2016-17 കാലഘട്ടത്തിലാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. എന്നാൽ ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. സന്ധ്യയായി കഴിഞ്ഞാൽ ഇവിടെ മുഴുവനും ഇരുട്ടിലാവും. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന ജംഗ്ഷൻ കൂടിയാണിത്. ലൈറ്റ് പ്രകാശിക്കാത്തതിനാൽ കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ജനങ്ങൾ പറയുന്നു. വെങ്ങരൻ്റെ ഒരു ഹൃദയഭാഗമാണ് ഇത്. വെങ്ങരൻ്റെ കേന്ദ്രം, പിന്നെ ഒരു വെങ്ങരൻ്റെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഇത്. അങ്ങനെയല്ല ഒരുപാട് ആൾക്കാർ പോകുന്നേരം ഇത് ലൈറ്റ് കത്താണ്ടിരിക്കുമ്പോൾ ഒരു ഇരുടല്ലേ, പിന്നെ തെരുവ് നായ്ക്കളെല്ലാം ശല്യമുണ്ടാവും. ഇരുടെല്ലാവുമ്പം ഇഴജന്തുക്കളുണ്ടാവും. അന്നേരം നമുക്ക് യാത്രക്കാർക്കൊരു ബുദ്ധിമുട്ടല്ലേ. ലൈറ്റ് അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്നുള്ളത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. റോഡരികിലെ ലൈറ്റിനു പകരം ജംഗ്ഷന് മധ്യത്തിലായി മറ്റൊരു ലൈറ്റ് സ്ഥാപിക്കുകയോ നിലവിലുള്ള ഹൈമാസ് ലൈറ്റ് അറ്റകുറ്റപ്രവൃത്തി നടത്തുകയോ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ കുണിയനിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കുന്നതിന് പരിഹാരമായി തടയണ നിർമ്മിക്കും. 75 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചതായി TI മധുസൂദനൻ MLA അറിയിച്ചു. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽപ്പെട്ട കുണിയൻ പാടശേഖരത്തിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കുന്നതിനെ പ്രതിരോധിക്കാൻ ബണ്ട് നിർമ്മിക്കും. ഇതിനായി 75 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി TI മധുസൂദനൻ MLA അറിയിച്ചു. പഞ്ചായത്തിന്റെ തന്നെ നെല്ലറയാണ് കുണിയൻ. തെക്കനങ്കൂർ, കുട്ടൻവഴി എന്നീ പാടശേഖരങ്ങളിലായി 50-ലധികം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നു. ഉപ്പുവെള്ളം കയറുന്നതിനാൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. പ്രദേശത്തെ കിണറുകളിലടക്കം ഉപ്പുവെള്ളം കയറുന്നുണ്ട്. കുണിയൻ പ്രദേശത്തെ കൃഷിക്കാരുടെ ദീർഘകാലത്തെ ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. MLAയുടെ ഇടപെടലിന്റെ ഫലമായി 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഇത് ഉൾപ്പെടുത്തുകയും പദ്ധതിക്ക് നിലവിൽ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു. മൈനർ ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU വടക്കൻ മേഖലാ പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യുക, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തി വടക്കൻ കേരളത്തിൽ പര്യടനം നടത്തുന്ന മേഖലാ ജാഥയ്ക്ക് പയ്യന്നൂരിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ നിന്നും ജാഥയെ നൂറുകണക്കിന് തൊഴിലാളികളുടെ അകമ്പടിയോടെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചു. കണ്ണൂർ ജില്ലയിൽ പ്രചരണം ആരംഭിക്കുന്ന ജാഥ സ്വീകരിക്കാൻ CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉൾപ്പെടെ CITUവിന്റെ ജില്ലയിലെ പ്രമുഖ നേതാക്കളായ C കൃഷ്ണൻ, PV കുഞ്ഞപ്പൻ, P സന്തോഷ്, P പുരുഷോത്തമൻ, KK കൃഷ്ണൻ തുടങ്ങിയവർ എത്തിച്ചേർന്നു.
ഷേണായി സ്ക്വയറിൽ നടന്ന സ്വീകരണ യോഗം KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ താല്പര്യം സമിതികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏറെ ബഹുമാനത്തോടും ആദരവോടും സമൂഹം നോക്കിക്കാണുന്ന അവരുടെ പ്രിയപ്പെട്ട തൊഴിലാളികൾ. ആ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കപ്പെട്ടു. ആ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നവരുടെ ജോലിക്ക് ഉണ്ടാവില്ല. അവർക്ക് ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നടപ്പാക്കണം. PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ R രാമു സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. ജാഥ മാനേജർ C നാസർ മേഖലയിലെ വിഷയങ്ങൾ പ്രതിപാദിച്ച് സംസാരിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TT രാജൻ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം വരച്ചുവെക്കൽ ചടങ്ങ് ജനുവരി 17-ന് ക്ഷേത്രസന്നിധിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 25, 26, 27, 28 തീയതികളിലാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. 19 വർഷങ്ങൾക്ക് ശേഷം മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടം ജനുവരി 25, 26, 27, 28 തീയതികളിൽ നടക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. ജനുവരി 17-ന് രാവിലെ 10:30-നും 11:20-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ സ്വർണ്ണപ്രശ്ന ചിന്ത അരങ്ങിൽ അടിയന്തരത്തോടുകൂടി വരച്ചുവെക്കൽ ചടങ്ങ് തിരുനടയിൽ നടക്കും. ഇതിലൂടെ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയെ തീരുമാനിക്കും. തുടർന്ന് പീഠം നിർമ്മിക്കാനാവശ്യമായ പ്ലാവിന് കുറിയിടൽ ചടങ്ങ് നടക്കും. വരച്ചുവെക്കൽ ദിവസം 10,000-ഓളം ആളുകൾക്ക് ഭക്ഷണം നൽകാനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിപുലമായ സാംസ്കാരിക പരിപാടികൾ നടക്കും. ജനുവരി 18-ന് വൈകുന്നേരം 6:30-ന് വനിതാ സംഗമം കാനത്തിൽ ജമീല MLA ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം അനൂജ് ജോസഫ് മുഖ്യാതിഥിയാകും. തുടർന്ന് ഡാൻസ് ആൻഡ് മ്യൂസിക് നൈറ്റ് അരങ്ങേറും. ജനുവരി 19-ന് മെഗാ തിരുവാതിരയും കോൽക്കളിയും അരങ്ങേറും. ജനുവരി 20-ന് വൈകുന്നേരം കാവ്യസദസ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 8 മണിക്ക് ഡാൻസ് മെഗാ ഷോ നടക്കും. ജനുവരി 21-ന് 6:30-ന് മാധ്യമ സെമിനാർ കൈരളി ന്യൂസ് എഡിറ്റർ ശരത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ മ്യൂസിക് ഷോ അരങ്ങേറും. ജനുവരി 22-ന് സുവനീർ പ്രകാശനം. തുടർന്ന് 8 മണിക്ക് കലാസന്ധ്യയും അരങ്ങേറും. ജനുവരി 23-ന് ആദരം പരിപാടി. തുടർന്ന് രാത്രി 8 മണിക്ക് മ്യൂസിക്കൽ ഡാൻസ് നടക്കും. ജനുവരി 24-ന് 4 മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര കുറ്റൂരിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്ര പരിസരത്ത് സമാപിക്കും. 7 മണിക്ക് ജോൺസൺ പുഞ്ചക്കാടിന്റെ ഫ്ലൂട്ട് ഫ്യൂഷൻ നടക്കും. ജനുവരി 25-ന് വൈകുന്നേരം 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. KC വേണുഗോപാൽ MP മുഖ്യാതിഥിയാകും. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് രാത്രി 9 മണിക്ക് നാടകം ഉറുമാല് കെട്ടിയ ചൈത്രമാസം അരങ്ങേറും. ജനുവരി 26-ന് വൈകുന്നേരം 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. M വിജിൻ MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് 9 മണിക്ക് രമ്യ നമ്പീശൻ നയിക്കുന്ന മെഗാ മ്യൂസിക് ലൈവ് അരങ്ങേറും. ജനുവരി 27-ന് വൈകുന്നേരം 4 മണിക്ക് മംഗലക്കുഞ്ഞുങ്ങളോടുകൂടിയ തോറ്റം. 7 മണിക്ക് സമാപന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 9 മണിക്ക് പാഷാണം ഷാജി നയിക്കുന്ന മെഗാ കോമഡി ഷോ അരങ്ങേറും. ജനുവരി 28-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. എല്ലാ ദിവസവും അന്നദാനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. 2500-ലധികം പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 4 ദിവസങ്ങളിലായി 3 ലക്ഷത്തിലധികം പേർ അന്നദാനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നു. ജനറൽ കൺവീനർ M ശ്രീധരൻ മാസ്റ്റർ, ചെയർമാൻ VK കുഞ്ഞപ്പൻ, വർക്കിംഗ് ചെയർമാൻ PC ബാലകൃഷ്ണൻ, ട്രഷറർ VP മോഹനൻ, കോയ്മ CN കൃഷ്ണൻ നായർ, മീഡിയ കമ്മിറ്റി ചെയർമാൻ ദിനേശൻ മറുവൻ, കൺവീനർ PC രാജീവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. വീടുകളിലെ കിടപ്പുരോഗികളെയും ബന്ധുക്കളെയും പാലിയേറ്റീവ് ദിനത്തിൽ കായലോരത്ത് ഒരുമിച്ചു ചേർത്ത തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി സെക്കൻഡറി പാലിയേറ്റീവ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ രോഗി ബന്ധു സംഗമം നടത്തി. നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകരയുടെ നേതൃത്വത്തിൽ വയോധികർ ഉൾപ്പെടെയുള്ളവർ പാട്ടുപാടിയും നൃത്തം ചെയ്തും സംഗമത്തിൽ പങ്കെടുത്തു. വലിയപറമ്പ് പിലിക്കോട് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിധിയിലെ വിദഗ്ധ പരിചരണത്തിലിരിക്കുന്ന 60-ൽ പരം രോഗികളും ബന്ധുക്കളുമാണ് IT കവ്വായി കായലോരത്ത് സംഗമിച്ചത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നോക്ക്, മക്കളുണ്ടാവും, ഭാര്യ ഭർത്താവും സാധാരണ മക്കളെല്ലാം ഇവിടെ വിദേശത്താണ്, കാനഡയിലാണ്, ലണ്ടനിലാണ്, ദുബായിലാണ്. അവർ വിളിച്ചു കഴിക്കുകയാണ്, അപ്പം അച്ഛനും അമ്മയും മരിക്കുന്നു.
അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളൊന്ന് പറയാറുണ്ട്, ഈ പാലിയേറ്റീവ് എന്നൊക്കെ പറയും, ഈ അച്ഛനും അമ്മേനും നമ്മ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ മക്കള് നമ്മളെ നോക്കൂല. സത്യം. ഇപ്പം വൃദ്ധസദനം തൃക്കരിപ്പൂർകാർക്ക് പരിചിതമാണ്, പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയാം. വൃദ്ധസദനത്തെ കൊണ്ട് നടതള്ളുകയാണ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി, പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ അനിൽകുമാർ, എം സുമേഷ്, വി വി സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി, തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാധിക സോമൻ, സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് കെ വി ശ്രുതി, എം വി സുകുമാരൻ, ടി വി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അർഗരയുടെ നേതൃത്വത്തിൽ വയോധികർ ഉൾപ്പെടെയുള്ളവർ പാട്ടുപാടിയും നൃത്തം ചെയ്തും രോഗീബന്ധു സംഗമത്തിൽ പങ്കെടുത്തു. പങ്കെടുത്തവർക്ക് ഉപഹാര വിതരണവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ സംഘടിപ്പിക്കുന്ന 3ാമത് പയ്യന്നൂർ സാഹിത്യോത്സവത്തിന് ജനുവരി 17 വെള്ളിയാഴ്ച വൈകിട്ട് തുടക്കമാകും. വൈകിട്ട് 4:30 ഗാന്ധി പാർക്കിൽ പ്രശസ്ത ചിന്തകൻ രാം പുനിയാനി, എഴുത്തുകാരൻ എം മുകുന്ദൻ, മുക്ത നരേന്ദ്ര ദബോൽക്കർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ നഗരസഭ സംഘടിപ്പിക്കുന്ന 3ാമത് പയ്യന്നൂർ സാഹിത്യോത്സവത്തിന് ജനുവരി 16 തുടക്കമാകും. ജനുവരി 17 വൈകിട്ട് 4:30 ഔപചാരിക ഉദ്ഘാടനം ഗാന്ധി പാർക്കിൽ പ്രശസ്ത ചിന്തകൻ രാം പുനിയാനി, എഴുത്തുകാരൻ എം മുകുന്ദൻ, മുക്ത നരേന്ദ്ര ദബോൽക്കർ എന്നിവർ ചേർന്ന് നിർവഹിക്കും. ടി മധുസൂദൻ MLA അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ CV ബാലകൃഷ്ണൻ, കരിവള്ളൂർ മുരളി എന്നിവർ മുഖ്യാതിഥികളാകും. MV ജയരാജൻ, മാർട്ടിൻ ജോർജ്, C കൃഷ്ണൻ എന്നിവർ ഉദ്ഘാടകർക്ക് ഉപഹാരങ്ങൾ നൽകും. ജനുവരി 16 വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് നഗരസഭ ഓഫീസ് പരിസരത്തു നിന്ന് ഗാന്ധി പാർക്കിലേക്ക് വിളംബര ഘോഷയാത്രയുണ്ടാകും. സുഭാഷ് ചന്ദ്രൻ, സുനിൽ പി ഇളയിടം, S ഹരീഷ്, TD രാമകൃഷ്ണൻ, EV രാമകൃഷ്ണൻ, R രാജശ്രീ, നിഷ നാരായണൻ, തനൂജ ഭട്ടതിരി തുടങ്ങി പുതുതലമുറയിലെ 100ഓളം എഴുത്തുകാർ അണിനിരക്കും. ഭിന്നശേഷി കലാമേള, ബാലസാഹിത്യോത്സവം, രചനാ മത്സരം, P ജയചന്ദ്രൻ അനുസ്മരണം, വനിതാ സാംസ്കാരികോത്സവം, ആരോഗ്യ പ്രവർത്തക സംഗമം, വനിതാ ലൈബ്രറി പ്രവർത്തക സംഗമം, അങ്കണവാടി ജീവനക്കാരുടെ സംഗമം, പൂരക്കളി, മറുത്തുകളി, നാടകം, സംഗീതശില്പം, മാജിക് ഷോ തുടങ്ങിയവ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 16, 17, 18, 19 തീയതികളിൽ ഒരേ സമയം 4 വേദികളിലായാണ് പയ്യന്നൂർ സാഹിത്യോത്സവം നടക്കുക. മാധ്യമ സമ്മേളനത്തിൽ KV ലളിത, PV കുഞ്ഞപ്പൻ, C ജയ, VV സജിത, TP സമീര, M പ്രസാദ്, KU രാധാകൃഷ്ണൻ, PV വിനോദ് കുമാർ, KV സുനിൽകുമാർ, MV ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാതമംഗലത്ത് സംരംഭക സഭ ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംരംഭക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിനായി സംരംഭകരുടെ കൂട്ടായ്മ ഉണ്ടാക്കുക, വിവിധ വകുപ്പുകളുടെ ഏകോപനം നടത്തുക, ലൈസൻസ്, സബ്സിഡി, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ കൈത്താങ് സഹായം ഉറപ്പുവരുത്തുക, സംരംഭകരുടെ പ്രാദേശികമായ ആവശ്യങ്ങൾ കണ്ടെത്തി പരിഹാരമുണ്ടാക്കുക തുടങ്ങിയവയാണ് സംരംഭക സഭയുടെ ഉദ്ദേശങ്ങൾ. എരമംകുറ്റൂർ പഴയ പഞ്ചായത്ത് ഹാളിൽ നടന്ന സംരംഭക സഭ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ 3 വർഷമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 300ഓളം സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സംരംഭങ്ങൾ തുടങ്ങിയതെല്ലാം അതിശീഘ്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. അതിൻ്റെതായിട്ടുള്ള ബാലാരിഷ്ടതകളുണ്ടാവും. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സ്മിത RK വിഷയാവതരണം നടത്തി. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് EDE ജിതിൻ K, രാജൻ TK, സരിത K, കരുണാകരൻ MK, PV വിജയൻ, ജോസ് തോമസ്, ആലിസ് ജോയ്, നിമ്നമോൾ P തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കല്യാൺ സിൽക്സിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു.
ഡയറക്ടർമാരായ ആബിദ്, ഫിർദോസ് എന്നിവർ സംസാരിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് റിംഗ് സമ്മാനവും ഏർപ്പെടുത്തിയിരുന്നു. അഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 8086161515 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSTA 34 കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചരിത്രചിത്രം ചിത്രകാര കൂട്ടായ്മ സംഘടിപ്പിച്ചു. അധ്യാപകരായ ചിത്രകാരന്മാർ പയ്യന്നൂരിന്റെ സമരചരിത്രം ഉൾപ്പെടുത്തിയാണ് ചരിത്രചിത്രം ഒരുക്കിയത്. അധ്യാപകരായ ചിത്രകാരന്മാർ പയ്യന്നൂരിന്റെ സമരചരിത്രം ഉൾപ്പെടുത്തി ചരിത്രചിത്രം ഒരുക്കി. KSTA 34 കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചരിത്രചിത്രം ചിത്രകാര കൂട്ടായ്മ പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിൽ നടന്ന ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ ചിത്രങ്ങൾ ഇവിടെ വരച്ചിട്ടുള്ളത്. പഴയകാലത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നുവെന്ന് ഇന്നും അന്നും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നുവെന്നും നമുക്കെല്ലാം പൊതുവിൽ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതാണ്. കേരളത്തിലെ കരുത്തുറ്റ അധ്യാപക പ്രസ്ഥാനമാണ് KSTA എന്ന് പറയുന്ന സംഘടന. KSTA സബ് ജില്ലാ പ്രസിഡന്റ് KV ശ്രീലത അധ്യക്ഷത വഹിച്ചു. K ശശീന്ദ്രൻ, K രാജീവൻ, P വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കലേഷ് കലാലയ, മധു മുള്ളൂൽ, വിജേഷ് മുള്ളൂൽ, തങ്കരാജ് പയ്യന്നൂർ, വിനോദ് പയ്യന്നൂർ, അരുൺകുമാർ, വിനോദ് രാമന്തള്ളി, അസ്കർ, ബിജു കുഞ്ഞിമംഗലം, അരവിന്ദ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാകരണ ശിരോമണി OK മുൻഷി അവാർഡ് സമർപ്പണവും ശ്ലോകാലാപനവും ഫെബ്രുവരി 1 ശനിയാഴ്ച വൈകുന്നേരം പയ്യന്നൂർ തുമ്പക്കോവൽ AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ നടക്കും. സംസ്കൃത പണ്ഡിത പ്രൊഫസർ O വത്സലയ്ക്കാണ് OK മുൻഷി അവാർഡ് സമ്മാനിക്കുന്നത്. വ്യാകരണ ശിരോമണി OK മുൻഷി മാസ്റ്ററുടെ സ്മരണയ്ക്കായി OK മുൻഷി അവാർഡ് 2025 സംസ്കൃത പണ്ഡിതയും തൃപ്പൂണിത്തറ ഗവൺമെന്റ് സംസ്കൃത കോളേജ് റിട്ടയർഡ് പ്രൊഫസറുമായ O വത്സലയ്ക്ക് സമ്മാനിക്കുമെന്ന് അവാർഡ് നിർണയ സമിതി അറിയിച്ചു. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി 2010 മുതൽ നൽകിവരുന്ന അവാർഡാണിത്. 15,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനും പ്രഗത്ഭനുമായ സംസ്കൃത പണ്ഡിതന് സമ്മാനിക്കുന്ന അവാർഡാണിത്. OK മുൻഷിയുടെ 23ാമത് ചരമവാർഷിക ദിനമായ ഫെബ്രുവരി 1 തുമ്പക്കോവൽ AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് അവാർഡ് ദാനം നടത്തും. പ്രശസ്ത കവിയും നിരൂപകനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ EV രാമകൃഷ്ണൻ അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പൂരക്കളി മറുത്തുകളി ആചാര്യൻ കാടങ്കോട് കുഞ്ഞികൃഷ്ണൻ പണിക്കർ OK മുൻഷി അനുസ്മരണം നടത്തും. സദനം നാരായണൻ, KP വിജയകൃഷ്ണൻ, U നാരായണൻ, P പത്മനാഭൻ, TP സുനിൽകുമാർ, P ജഗദീശൻ, ഭാസ്കരൻ പണിക്കർ, PM ബാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSSPU എരമംകുറ്റൂർ വാർഷിക സമ്മേളനം മാതമംഗലം പെൻഷൻ ഭവനിൽ നടന്നു. കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരമംകുറ്റൂർ യൂണിറ്റിന്റെ 33ാം വാർഷിക സമ്മേളനം കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KSSPU എരമംകുറ്റൂർ യൂണിറ്റ് പ്രസിഡന്റ് TP ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. എരമംകുറ്റൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് P തമ്പാൻ അനുശോചന റിപ്പോർട്ട് അവതരിപ്പിച്ചു. M ജയകൃഷ്ണൻ, MI നാരായണൻ നമ്പൂതിരി, K ദേവകി ടീച്ചർ, K ദാമോദര പൊതുവാൾ, P കൃഷ്ണൻ, P ചന്ദ്രവല്ലി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ജനുവരി 15 പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി IRPC പേരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികളെ സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ നേതൃത്വം നൽകി. ജനുവരി 15 പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ കിടപ്പ് രോഗികളെയും IRPC പേരളം സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, ലോക്കൽ കമ്മിറ്റി അംഗം K സന്തോഷ്, IRPC ലോക്കൽ ജോയിന്റ് കൺവീനർ K രാജീവൻ, സിദ്ധാർത്ഥ് തുടങ്ങിയവർ കിടപ്പിലായ രോഗികളെ സന്ദർശിച്ചു. IRPCയുടെ പ്രവർത്തകന്മാരും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട്
ഇന്നേ ദിവസം നമ്മുടെ പ്രദേശത്തെ കിടപ്പ് രോഗികളെ സന്ദർശിച്ചുകൊണ്ട് സ്വാന്തന സ്പർശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. IRPC എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. തൃക്കരിപ്പൂർ അൽ മുജമ്മ ഉൽ ഇസ്ലാമിയുടെ 33ാമത് വാർഷികത്തിന്റെയും 3ാമത് ബിരുദദാന സമ്മേളനത്തിന്റെയും പ്രചരണാർത്ഥം നടത്തിയ സ്നേഹസഞ്ചാരത്തിന് ഉദിനൂരിൽ സ്വീകരണം നൽകി. 3 ദിവസങ്ങളിലായി നടന്ന പ്രചാരണ പര്യടനം എട്ടിക്കുളത്തു നിന്നും ആരംഭിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ സമാപിച്ചു. ജനുവരി 24, 25 തീയതികളിലായി തൃക്കരിപ്പൂർ അൽ മുജമ്മ ഉൽ ഇസ്ലാമിക് കോംപ്ലക്സിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണ ഭാഗമായി സ്ഥാപന ഭാരവാഹികളും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ സ്നേഹസഞ്ചാരത്തിന് ഉദിനൂർ ജുമാ മസ്ജിദ് പരിസരത്ത് സ്വീകരണം നൽകി. സയ്യിദ് സൈഫുള്ള അൽ മഷ്കൂർ തങ്ങൾ ക്യാപ്റ്റനായ സ്നേഹസഞ്ചാരത്തിന് മലയോരത്തും തീരദേശത്തും പ്രചരണം നടത്തിയ ശേഷമാണ് ഉദിനൂരിൽ സ്വീകരണം നൽകിയത്. അൽ മുജമ്മ ഉൽ ഇസ്ലാമി ജനറൽ സെക്രട്ടറി MD അബ്ദുൽ ജലീൽ സഖാഫി, ജനറൽ മാനേജർ ജാബിർ സഖാഫി, AB അബ്ദുള്ള മാസ്റ്റർ തുടങ്ങിയവർ സഞ്ചാരത്തിന് നേതൃത്വം നൽകി. മുജമ്മ ദാവ കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് സാദിഖ് അസിനി ഇരിങ്ങൽ ഉദിനൂരിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ഉദിനൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TP അബ്ദുൽ സലാം ഹാജി, MDP അബൂബക്കർ മൗലവി, AG താജുദ്ദീൻ മൗലവി, TC ഇസ്മയിൽ, N റഷീദ് ഹാജി, റസാഖ് പുഴക്കര തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. വിരമിച്ച അർദ്ധസൈനികരുടെ കുടുംബസംഗമവും ജനറൽ ബോഡി യോഗവും ജനുവരി 18-ന് കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിരമിച്ച അർദ്ധസൈനികരുടെ സംഘടനയായ ഓൾ ഇന്ത്യ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷന്റെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലാതല ജനറൽ ബോഡിയും കുടുംബസംഗമവും ജനുവരി 18-ന് നടക്കും. കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:45-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ഡയറക്ടറി പ്രകാശനം KV സുമേഷ് MLA നിർവഹിക്കും. മുൻ MLA TV രാജേഷ്, SRD പ്രസാദ്, ബൈജു കൊയ്റ്റി എന്നിവരെ ആദരിക്കും. പാരാമിലിറ്ററി സർവീസ് റൂൾ ഉണ്ടാക്കി സേവന വേതന വ്യവസ്ഥയിലെ അപാകങ്ങൾ ഒഴിവാക്കുക, സൈനിക ബോർഡിന് സമാനമായി അർദ്ധസൈനിക ബോർഡ് തുടങ്ങുക, 1 റാങ്ക് 1 പെൻഷൻ ആനുകൂല്യം അർദ്ധസൈനികർക്കും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ജനറൽ ബോഡി ചർച്ച ചെയ്യും. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി C ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് N സതീഷ് കുമാർ, T വിജയൻ, K ദാമോദരൻ, MV കൃഷ്ണൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ആലോചനയാണ് വിട്ടുകൊണ്ട് നമ്മളിതിന്റെ ഭാഗമായിട്ട് നടത്തിയത്. ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഈ പരിപാടി നിങ്ങൾ ആസൂത്രണം ചെയ്തിരുന്ന പരിപാടി കഴിയുന്നത് വരെ നമുക്ക് അടിച്ചു പൊളിച്ച് ഈ പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K പത്മിനി അധ്യക്ഷയായി. KV സുരേഷ് ബാബു, TM സതീശൻ മാസ്റ്റർ, KP കണ്ണൻ, ലിസി ഏലിയാസ്, ബിന്ദുമോൾ KG, K ഗോവിന്ദൻ, നീതു MP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കലാമേളയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. മെട്ടമ്മൽ ബ്രദേഴ്സ് ക്ലബ് ചെസ് അക്കാദമിയുടെയും ചെസ് കേരളയുടെയും കാസർഗോഡ് ജില്ലാ ചെസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ MBM ഓപ്പൺ ചെസ് ടൂർണമെന്റ് ജനുവരി 19-ന് ഇളമ്പച്ചി ഫായ്ക്ക ഇൻഡോർ അക്കാദമിയിൽ നടക്കും. കേരളം, ദക്ഷിണ കന്നഡ, കുടക് മേഖലകളിൽ നിന്നായി 350-ൽ പരം ചെസ് താരങ്ങൾ മത്സരിക്കാനെത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 19-ന് രാവിലെ 9 മണിക്ക് ഇളമ്പച്ചി ഫായ്ക്ക ഇൻഡോർ അക്കാദമിയിൽ നടക്കുന്ന ചെസ് ടൂർണമെന്റിൽ സീനിയർ ഓപ്പൺ ടു ഓൾ, അണ്ടർ 15, അണ്ടർ 12, അണ്ടർ 9 എന്നീ കാറ്റഗറികളിൽ വെവ്വേറെയാണ് മത്സരങ്ങൾ. ഓരോ വിഭാഗത്തിലും 15+5 സമയക്രമത്തിൽ സ്വിസ് സിസ്റ്റത്തിൽ 7 റൗണ്ട് മത്സരങ്ങൾ ഉണ്ടാകും. 1,25,000 രൂപ സമ്മാനത്തുകയുള്ള ടൂർണമെന്റിൽ പങ്കെടുക്കുന്നവർക്ക് ഉച്ചഭക്ഷണം ഉൾപ്പെടെ സംഘാടകർ നൽകും. മത്സരാർത്ഥികൾ വിവരങ്ങൾ ഓൺലൈനായി ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ജനുവരി 17-ന് ആരംഭിക്കുമെന്നും സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. VN രാജേഷ്, M സലാം, BB സുബേർ, PP സൈദു, K അബൂബക്കർ, CT അബ്ദുൾ വാജിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ.
ചൂരൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചൂരൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, കണ്ണൂർ ജില്ലാ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗം, താലൂക്ക് ആശുപത്രി പെരിങ്ങോം, കുടുംബാരോഗ്യ കേന്ദ്രം മാത്തിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ TM സതീശൻ മാസ്റ്റർ അധ്യക്ഷനായി. ഗിരീഷ് കെ, ഡോക്ടർ രാജേഷ് OT, മധുസൂദനൻ, ജയപ്രകാശ്, NK രാജൻ, ഉമേഷ് P തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാതമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടത്തിന് ആശംസകൾ അർപ്പിച്ച് വിരാജ് ഗ്രൂപ്പ്, തണൽ ചാരിറ്റബിൾ സൊസൈറ്റി ഏഴിലോട് എന്നിവയുടെ നേതൃത്വത്തിൽ ജനുവരി 19-ന് ശില്പ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8921670308 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദീർഘകാലം മുടങ്ങിക്കിടന്ന പയ്യന്നൂരിലെ സ്റ്റേഡിയം നിർമ്മാണം പുനരാരംഭിക്കുന്നു. പ്രാരംഭ നടപടിയുമായി സ്ഥലത്തിന്റെ ദൃഢത ഉറപ്പാക്കാനുള്ള പരിശോധനകൾ ആരംഭിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പുതിയ നിർവഹണ ഏജൻസി. ചെങ്കല്ലുമായി പോയ മിനി ലോറി കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടം നടന്നത് പാണപ്പുഴ മാത്തുവയൽ പാലത്തിന് സമീപം ബുധനാഴ്ച ഉച്ചയോടെ. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്ക്. നാട്ടുവെളിച്ചം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയങ്ങാടി വെങ്ങര ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് നോക്കുകുത്തിയായി. വെളിച്ചമില്ലാത്തതിനാൽ ഇരുട്ടിൽ തപ്പി പ്രദേശവാസികൾ. പ്രശ്നം പരിഹരിക്കാത്തതിനാൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ കുണിയനിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കുന്നതിന് പരിഹാരമായി തടയണ നിർമ്മിക്കും. 75 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചതായി TA മധുസൂദനൻ MLA. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും MLA. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.